ഫ്രണ്ട്സ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് IOCLൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരളത്തിലേക്ക് വേക്കൻസി ഉണ്ട്. കേരളം, തമിഴ്നാട്, കർണാടകയ്ക്ക് വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പം തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു പെർമനൻറ്റ് വേക്കൻസി അല്ല. ഇതെന്താണ്, അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ട്രെയിനിങ് ആണ്. കാരണം നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന IT ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗവൺമെൻറ് സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് ഇത്തരം വലിയ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇത്തരം വലിയ കമ്പനികളിലൊക്കെ നമുക്ക് സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് നല്ലൊരു ട്രെയിനിങ് ആണ് ലഭിക്കുന്നത്. ആ ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട്, അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഭാവിയിലൊക്കെ IOCL റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള അധിക കമ്പനി അങ്ങനെ കൊടുക്കാറുണ്ട്, പ്രിഫറൻസ് ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും, അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അപ്രൻറ്റീഷിപ്പ് ചില റിക്രൂട്ട്മെൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അപ്രൻറ്റീഷിപ്പ് ഒരു നിശ്ചിത പീരീഡിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയിലും പറയലുണ്ട്. ഇനി അറിയാത്തവരാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറഞ്ഞത്. നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 67.3K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ സദേൺ റീജിയൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്, ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള. അപ്പോൾ ഇവിടെ കാണാം, ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാം, IOCL MKTG എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ട്രേഡ് ടെക്നീഷ്യൻ ഗ്രാജുവേറ്റ്, ഈ പറയുന്ന 3 കാറ്റഗറിയിലുള്ള അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിലാണ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്? തമിഴ്നാട്, പുതുച്ചേരി, കർണാടക, കേരള, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസി എന്ന് അതിൻ്റെ വേക്കൻസിയുടെ എണ്ണവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ ഏതൊക്കെ ട്രേഡാണ്, ഡിസിപ്ലിനാണ്. അപ്പോൾ തമിഴ്നാട് നിങ്ങൾക്കിവിടെ കാണാം, ഈ പറയുന്ന ട്രേഡ് അപ്രൻറ്റീസ് ആണെങ്കിൽ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, മെഷീനിസ്റ്റ്, ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട്ടിലെ ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അവിടെ നമുക്ക് ടോട്ടൽ വേക്കൻസി 8 വേക്കൻസിയാണ്. ഇത് 12 മാസമാണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ജനറൽ SC/ST PWD കാൻഡിഡേറ്റ്സിനൊക്കെ എത്രയാണ് വേക്കൻസി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ EWSനോട് വേക്കൻസി ഇല്ല, പക്ഷേ നമുക്ക് ജനറൽ 5 വേക്കൻസി ഉണ്ടെങ്കിൽ EWSന് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി STക്കൂടെ വേക്കൻസി ഇല്ല, എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിലാക്സേഷൻ അതിലുണ്ടാവും. ഇപ്പോൾ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ കർണാടകൻ്റെ അതുപോലെ കാണാം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, അത് ഓരോന്നും ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൂടെ നോക്കാം. കേരളയുടെ കാണാം, ട്രേഡ് അപ്രൻറ്റീസ്, നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്ക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, മെഷീനിസ്റ്റ്, ഈ പറയുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പ്ലസ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 20 വേക്കൻസി നമുക്ക് കേരളത്തിൽ ടോട്ടൽ വന്നിട്ടുണ്ട്. പിന്നെ SC/ST OBCയിലൊക്കെ വേക്കൻസി കൂടെ കാണാം. പിന്നെ നമുക്ക് തമിഴ്നാട് വന്നിരിക്കുന്നത് ടെക്നീഷ്യനാണ്. ഇത് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് എന്ന് പറയുന്നത് ഇതിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിലാണ് ഈ പറയുന്ന ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിലേക്ക് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 20 വേക്കൻസിയാണ്. ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് ഡ്യൂറേഷൻ 12 മാസം തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ 50% മാർക്കോട് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ 2 ഇയർ ഡ്യൂറേഷനുള്ള ലാറ്ററൽ എൻട്രിയിലൂടെ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെ, അതായത് നിങ്ങൾ ITI കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടോ ഡിപ്ലോമ ചെയ്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് 2 വർഷം ഉണ്ടാവുള്ളൂ അത് ലാറ്ററൽ എൻട്രി. അപ്പോൾ ആ ലാറ്ററൽ എൻട്രിയുടെ 2 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവരാണെങ്കിലും ഈ പറയുന്ന ടെക്നീഷ്യനിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ടെക്നീഷ്യൻ വേക്കൻസി നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിലും കൂടെ കാണാം, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഈ പറഞ്ഞ അതായത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ. നേരത്തെ തമിഴ്നാട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ. 2 ഇയർ എന്ന് പറഞ്ഞാൽ ലാറ്ററലിലൂടെ കയറിയവരാണെങ്കിൽ 2 വർഷം പഠിക്കാനുണ്ടുള്ളൂ. ആ 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലാത്തവർക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള 50% മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനടുത്ത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണ്. അപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിലേക്ക് നിങ്ങൾക്ക് BA, അതുപോലെ BCom, അതുപോലെ BBA, അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ BSc ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഏതെങ്കിലും വിഷയത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന BA, BCom, BBA അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന BSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കേരളത്തിൽ 58 വേക്കൻസി ഉണ്ട്, കർണാടക 57, തമിഴ്നാട് 56,
ആന്ധ്ര 59, തെലങ്കാന 60 ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന BA, BSc അല്ലെങ്കിൽ BCom, BBA പറഞ്ഞിരിക്കുന്ന ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. 12 വേക്കൻസിൻ്റെ 12 മാസമാണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ. അങ്ങനെ ആകെ മൊത്തം നമുക്ക് വന്നിരിക്കുന്നത് 400 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആകെ മൊത്തം നമുക്ക് 400 വേക്കൻസി വന്നിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ നിങ്ങൾക്ക് അതത് സ്റ്റേറ്റിലുള്ള വേക്കൻസിയിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിൻ്റെ ഒക്കെ നമ്മൾ എല്ലാം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഇനി അത് റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പം ഒന്നുകൂടെ ജസ്റ്റ് ഇവിടെ കൊടുത്തത് ഞാൻ പറയാം. അപ്പോൾ ട്രേഡ് അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്, മെഷീനിസ്റ്റ്, ഈ പറഞ്ഞിരിക്കുന്നതാണ് ട്രേഡ് അപ്രൻറ്റീഷിപ്പ്. അപ്പോൾ അതത് ട്രേഡുകളിൽ നിങ്ങൾ എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 10ാം ക്ലാസ് പ്ലസ് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇതിന് പെർസെൻറ്റേജ് ഒന്നും പ്രശ്നമില്ല, ജസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന അപ്രൻറ്റീഷിപ്പിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ ഉണ്ട്, ദെൻ അതുപോലെ ഇലക്ട്രിക്കൽ ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ദെൻ ഇലക്ട്രോണിക്സ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക. അതായത് ഈ പറയുന്ന മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം, ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം, സിവിൽ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കണം. ഇനി ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കണം. ഇത് 3 വർഷം ഫുൾ ടൈം ആയിട്ട് നമ്മൾ ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം. 50% മാർക്ക് വേണം. എന്നാൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 45% മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഈ പറയുന്ന ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിലേക്ക് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ITI കഴിഞ്ഞിട്ട് ലാറ്ററലിലൂടെ കയറിയിട്ട് 2 വർഷം ഡ്യൂറേഷനിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പാണ്. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ BBA, BA, BCom, BSc ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഡിഗ്രിയിൽ ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ബിരുദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ അപ്രൻറ്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞവരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ഒന്നിൽ കൂടുതൽ വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരോ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല, അവർ എലിജിബിൾ അല്ല എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഡേറ്റിലേക്ക് 31/7/2024 3 വർഷം തികയാൻ പാടില്ല. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ഫൈനൽ നമ്മുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് ഉണ്ടാവും. ആ മാർക്ക് ഷീറ്റ് നമുക്ക് ഡേറ്റ് ഉണ്ടാവും, നമ്മുടെ റിസൾട്ട് വന്ന ഡേറ്റ് ഉണ്ടാവും അല്ലേ. ആ റിസൾട്ട് വന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇപ്പം എന്താണ് കഴിഞ്ഞത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2024 അല്ലേ, നിങ്ങൾക്ക് 2022, 23, 24, ദെൻ നിങ്ങൾക്ക് 21 എല്ലാ മാസവും പറ്റില്ല. ഈ പറഞ്ഞ 3 വർഷം തികയാൻ പാടില്ല. ഓക്കെ, അതായത് ഈ പറയുന്ന നമ്മുടെ ITI ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും ഗ്രാജുവേഷൻ ആണെങ്കിലും നമ്മളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് 3 വർഷം നമ്മൾ തികയാൻ പാടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന 31/7/2024 3 വർഷം നമ്മൾ പിന്നിടാൻ പാടില്ല. ആ 3 വർഷത്തിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 2021 ചില മാസങ്ങൾ ജസ്റ്റ് നമ്മൾ നോക്കണം. ആ ഡേറ്റ് 31/7/2024 എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ എന്ന് കോഴ്സ് കഴിഞ്ഞാൽ നോക്കുക, എന്നിട്ട് നിങ്ങൾ ഈ ഡേറ്റും വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സൈറ്റിൽ തന്നെ നമുക്ക് ഈസി ടൂൾസിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈസി ടൂൾസിൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഈ ഡേറ്റുകൾ ചെക്ക് ചെയ്യാവുന്നതാണ് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് കാണിക്കും. 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് 3 വർഷം തികഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന എന്താണ്, ഇപ്പം നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൊക്കെ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്ലൈ ചെയ്യാം. അവർക്ക് വേറെ ലെറ്ററോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നല്ല, ഈ പറയുന്ന രീതിയിൽ തന്നെ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അപേക്ഷകളൊന്നും സ്വീകരിക്കുന്നതല്ല. എംപ്ലോയ്മെൻറ്റ് ത്രൂ നമുക്ക് വേറെ രീതിയിലൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട, ഇതുവഴി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂങ്കിൽ കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ വഴി എന്ത് ചെയ്യാം, ഇതിലെ അപ്ലൈ ചെയ്യണം, വേറെ പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ പറഞ്ഞു BE അല്ലെങ്കിൽ MBA, MCA, CA, ICW, LLB തുടങ്ങിയിട്ടുള്ള ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. തുല്യമായിട്ട് മറ്റേ ക്വാളിഫിക്കേഷന് തുല്യമായിട്ട് ഇത്തരം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
അതോടൊപ്പം ഇനി ഏജ് ലിമിറ്റാണ്. മിനിമം ഏജ് 18 മാക്സിമം 24 ഈ പറയുന്ന 31/7/2024 ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ആ ഡേറ്റിലേക്ക് നമുക്ക് 18 വയസ്സ് പൂർത്തിയാകുകയും 24 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ്. എന്നാൽ OBC ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ട്രേഡ് അപ്രന്റീഷിപ്പും ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് അല്ലെങ്കിൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീസണിങ് എബിലിറ്റി ഉണ്ടായിരിക്കും. ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ട്രേഡ് ഈ പറയുന്ന ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡാണ്, ജനറിക് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റിയും ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി SC/ST OBC ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ആ റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യും, പറയുന്ന നിശ്ചിതമായുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കുന്ന ആ ഒരു ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക നമ്മുടെ IOCLൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. എന്താ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണാം കേട്ടോ. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സെയിം ഫോർമാറ്റ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നമ്മൾ എടുത്ത് വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ കേട്ടോ. ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ വാലിഡ് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്, നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ NAPSൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതായത് IOCLൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ നമ്മൾ അതിന് മുൻപായിട്ട് നമ്മൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ NAPSൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം, NATSൽ അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, NATSൽ അപ്ലൈ ചെയ്തിരിക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുപാടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ IOCLൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ NAPSൽ രജിസ്റ്റർ ചെയ്യണം. ഇനി ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഈ ഗ്രാജുവേറ്റ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ NATSൽ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ അവസാന തീയതി 19 ഓഗസ്റ്റ് ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് IOCLൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 19 ഓഗസ്റ്റ് ആണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ സെൽഫ് അറ്റസ്റ്റഡ് ഉള്ള എല്ലാ ഫോട്ടോ കോപ്പീസും വേണം. നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡിഗ്രി ITI അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെയൊക്കെ എന്താണ് മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ PDF ഫോമാറ്റിലോ അല്ലെങ്കിൽ ആ ഒരു 200 KB ഫയൽ സൈസ് കൂടാൻ പറ്റില്ല കേട്ടോ ഓരോ ഫയലും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സൈസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ കാസ്റ്റ് ബാധകളുള്ള ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ അതൊക്കെ അങ്ങനെയുള്ള കാറ്റഗറി അവർ ചെയ്താൽ മതി കേട്ടോ. മറ്റുള്ള എല്ലാവരും ആ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയില്ല, EWS എന്നാൽ അവർ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള ഉദ്യോഗാർത്ഥികളാണ്, അവർക്കാണ് വേണ്ടതാണത്. അതുപോലെ തന്നെ ക്യാൻസൽഡ് ചെക്കോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജോ വേണം. അപ്പോൾ നിങ്ങളുടെ പേരിൽ എന്ത് വേണം, ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ എടുക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേരിലുള്ള എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു അതിൻ്റെ ആ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ അതിനെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പാൻ കാർഡ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ സിഗ്നേച്ചർ ബ്ലാക്ക് എങ്കിൽ എന്താണ് ഫയൽ സൈസ് ലെസ് ദാൻ 50 KB ആയിരിക്കണം. റീസൺ പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കണം. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യട്ടോ. കാരണം പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പിന്നെ നമ്മളത് കംപ്ലീറ്റ് വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അത് വളരെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് നമുക്ക് തന്നെ തൊണ്ടയിൽ വെള്ളം പറ്റും. അത്രയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ വീണ്ടും നമ്മൾ പറയണം. അപ്പോൾ ഓരോ ആളുകൾ അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അപ്ലിക്കേഷൻ ഡിലേ ആവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും അതിൽ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ കിട്ടും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറയുന്നുണ്ട്. അടുത്തത് മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്, ഒന്ന് നമ്മൾ പാൻ കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. മറ്റേ ആധാർ കാർഡ്, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആധാർ കാർഡ് വേണം എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ചെക്ക് ബുക്ക് വിത്ത് ദെയർ നെയിം പ്രിൻറ്റഡ്, നമ്മുടെ പേര് പ്രിൻ്റ് ചെയ്ത നമ്മുടെ എന്താണ് ചെക്ക് ബുക്കും അതുപോലെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ആ രീതിയിലുള്ള ചെക്ക് ബുക്കിൽ നമ്മുടെ പേരുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചെക്ക് ബുക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും, ബാങ്കിൽ നിന്ന് കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എനേബിൾ ആക്കിയിട്ടുണ്ടോ, ആധാർ സീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എങ്ങനെയാണ് അത് പരിശോധിക്കുക എന്നുള്ള ലിങ്ക് വരെ തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 19 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരാം. നിങ്ങൾക്ക് IOCL അപ്രന്റീസ്ഷിപ്പ് റിക്രൂട്ട്മെന്റ് 2024 400 വാക്കൻസീസും പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. നിങ്ങൾ ഇതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നാണ് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IOCLൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോകുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡ്വർടൈസ്മെൻറ്റ്, ഈ പറയുന്ന SC/ST OBC ഇതിൻ്റെ ഫോമൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. ആദ്യം നമ്മൾ എന്താണ് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇത് നാപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ITI കഴിഞ്ഞവർക്ക് നാപ്സ് വളരെ ഫെമിലിയർ ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നാപ്സിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിത് അവിടെ കാണാം. എനിക്ക് ലോഗിൻ രജിസ്റ്റർ കാൻഡിഡേറ്റ്സ് ഉള്ള സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർ വീണ്ടും എന്ത് ചെയ്യേണ്ട, ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് എന്ന് കൊടുത്തിട്ട് ITI സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്ത് നിങ്ങളുടെ ITIയിലെ ആ ഒരു റോൾ നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡാറ്റ ഒക്കെ ഇതിലേക്ക് ഫെച്ച് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ചെയ്തവരാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്ത ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ NATS ആണ്, NITS ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തെന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒക്കെ നമ്മുടെ ഇതിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നിട്ട് അതൊക്കെ ഉണ്ടെന്ന് യെസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ OTP ഒക്കെ വെരിഫൈ ചെയ്ത് അങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ ഇതിലും എന്ത് ചെയ്യണം, ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ കാര്യം പാടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അതായത് ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ്, നമ്മുടെ എന്താണ് ബാങ്കും നമ്മുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും നമ്മുടെ ആധാർ കാർഡും തമ്മിൽ എന്താണ് സീഡ് ചെയ്തിട്ടുണ്ടോ, അത് കണക്റ്റ് ആയിട്ടുണ്ടോ, അതായത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പേജ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റെ ക്യാപ്ച കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലോഗിൻ വിത്ത് OTP വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ DBT ആണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അതായത് ഇതിൽ നമുക്ക് DBT എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് DBT എനേബിൾ ആക്കിയിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് നമ്മുടെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു ഹോം പേജിലായിരിക്കും വരിക. മൊബൈൽ വ്യൂ ആണ് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കാണാം ഭാരത് ആധാർ സീഡിങ് എനേബിൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് സീഡ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കാനാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സീഡ് ആയിട്ടില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സീഡ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കാൻ. ഇനി നിങ്ങൾക്ക് ബാങ്കിൽ അപ്രോച്ച് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേ അക്ഷയയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് ആധാർ മാപ്പ്ഡ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നോക്കാം. ചെക്ക് യുവർ സർവീസ് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാം, ഗെറ്റ് ആധാർ മാപ്പ്ഡ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ ഇത് സീഡായിട്ടുണ്ടോ കണക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം ഐഡിയകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇൻ്റർനെറ്റ് കഫേലോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇത് രണ്ട് നമ്മൾ ചെയ്ത് വെക്കണം. കാരണം നമുക്ക് സ്റ്റൈപ്പൻ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മളത് ചെയ്ത് വെക്കണം. അതിപ്പോൾ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്താൽ മതി കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെന്നില്ല, നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്താൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ പറയുന്ന ഇതിലേക്ക് സെലക്ട് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്റ്റൈപ്പൻഡ് കിട്ടണമെങ്കിൽ, അപ്പോൾ സ്റ്റൈപ്പൻഡ് പറഞ്ഞാൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ട്രേഡ് അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഏകദേശം അറൗണ്ട് ഒരു 7,000-ൻ്റെയും 8,000 ഒക്കെ ആയിരിക്കും ഏകദേശം. ഇനിയിപ്പം പെട്രോളിയം ഫീൽഡ് ആകുമ്പോൾ അതിൽ കുറച്ചൊക്കെ സാധാരണ കുറച്ചധികം കാണാറുണ്ട്, നിയർ 10,000 ഒക്കെ വരാറുണ്ട്. ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒക്കെ 10,000 മുകളിലൊക്കെ കാണാറുണ്ട്. അത് കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഏകദേശമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈറ്റിൽ തന്നെയുള്ള അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ഇനി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IOCLൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നാറ്റ്സിലും നിങ്ങൾ അതത് ഉദ്യോഗാർത്ഥികൾ നാപ്സിലും ഈ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടവർ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ പറയുന്ന IOCLൻ്റെ വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ആപ്ലിക്കൻ്റ് ലോഗിൻ. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ ഇതിലുണ്ട്. അതല്ല ന്യൂ രജിസ്ട്രേഷൻ ആയിട്ട് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ആ പേജിൽ ലോഡായിട്ട് വരും.
നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മളൊരു പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ദെൻ കൺഫേം പാസ്വേഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കണം, ഇമെയിൽ ID കൊടുക്കണം, ആധാർ നമ്പർ കൊടുക്കണം, പാൻ നമ്പർ കൊടുക്കണം. അപ്പോൾ പാൻ നമ്പർ ഇല്ലാത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം പാൻ നമ്പർ മാൻഡേറ്ററി ഫീൽഡാണ്, നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്ത് നെക്സ്റ്റ് ഇങ്ങനെ അടിച്ച് പോവാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, നമുക്ക് ഓൺലൈൻ ആൻഡ് ഫോം ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നൊന്നും അറിയില്ല, കാരണം നമ്മൾ ഇതൊക്കെ ഈ വീഡിയോയും പാടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് വളരെ കൂടും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും ചെയ്യില്ല. കുറഞ്ഞ വ്യൂസൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ കുറച്ചധികം കമൻറ്റ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യും. 1-2 കമൻറ്റ് മാത്രമാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് ദയവേത്, കാരണം നമ്മളിതിൽ ഒരുപാട് ടൈം നമ്മളിതിൽ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ നല്ലൊരു പണിയാണ് ഇത്. റെക്കോർഡ് ചെയ്ത് നമ്മളത് ആവശ്യമുള്ള വോയിസൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം നമുക്കിതിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയമൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ എല്ലാം ഇതും ചെയ്യാത്തത്. നമുക്കെല്ലാം ചെയ്യണം താല്പര്യമുണ്ട്, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്